ഓണസദ്യയും പൂക്കളവും പോലെ ഒരു ശരാശരി മലയാളിക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഓണം റിലീസുകൾ. പണ്ട് TV പ്രീമിയറിലെ സിനിമകളുടെ ലൈനപ്പ് നോക്കി അക്കൊല്ലത്തെ ഓണം എങ്ങനെയായിരിക്കുമെന്ന് കണക്കുകൂട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു 90s കിഡ്സ്. അതിനൊപ്പം തിയേറ്ററിലെ ഓണം ക്ലാഷ്, വൻ ഹൈപ്പിൽ വന്ന പല സിനിമകൾ തകർന്നത് മുതൽ ആരും പ്രതീക്ഷിക്കാത്ത സിനിമകൾ ഓണം പൂക്കിയത് വരെ കഴിഞ്ഞ 10 വർഷത്തെ ഓണ ക്ലാഷിന് പറയാനുണ്ട് ഒരുപാട് കഥകൾ. 2026-ൽ ആരാകും ഓണം പിടിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. പൃഥ്വിരാജിന്റെ ഖലീഫ, നിവിന്റെ ബദ്ലഹീം കുടുംബ യൂണിറ്റ്, പോരാത്തതിന് പാൻ ഇന്ത്യൻ റിലീസ് ടോക്സിക്. 10 കൊല്ലം മുന്നേയുള്ള ക്ലാഷ് നോക്കിയാൽ, അതായത് 2016-ൽ ഒപ്പം, ഊഴം, കൊച്ചവ പൗലോ, അയ്യപ്പ കൊയിലോ, വെൽക്കം ടു സെൻട്രൽ ജയിൽ തുടങ്ങിയ വൻ താരനിര. ഊഴത്തിന് രാജ്വട്ടൻ ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിലും മോഹൻലാൽ പ്രിയൻ കോംബോയിൽ വന്ന ഒപ്പം ഓണം സ്വന്തമാക്കി. 2017 ബിഗ് ഗെയിംസ് ഡയറക്ട് ക്ലാഷ് വന്ന വർഷം. വെളിപാടിന്റെ പുസ്തകം, പുള്ളിക്കാരൻ സ്റ്റാർ ആദം ജുവാൻ, ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള. മോഹൻലാൽ ലാൽ ജോസ് ആദ്യ കൂട്ടുകെട്ടും മമ്മൂട്ടിയുടെ 5 നായികമാരുടെ ചിത്രവും ശരാശരിക്ക് താഴെയായിരുന്നു. വലിയ ഹൈപ്പില്ലാതെ വന്ന ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള കണ്ടന്റും മൗത്ത് പബ്ലിസിറ്റിയും കൊണ്ട് ഓണം പിടിച്ചു. 2018-ൽ രണം, തീവണ്ടി, പടയോട്ടം, വരത്തൻ തുടങ്ങിയ സിനിമകൾ ഓണത്തിന് ഒരുങ്ങിയെങ്കിലും പ്രളയം എല്ലാം മാറ്റി. റിലീസുകൾ സെപ്റ്റംബറിലേക്ക് നീക്കി. ആ വർഷം ശരിക്കും ഒരു ഓണം ക്ലാഷ് ഉണ്ടായിരുന്നില്ല. 2019 വീണ്ടും മോഹൻലാൽ, നിവിൻ, പൃഥ്വിരാജ് ക്ലാഷ്. ഇട്ടിമാണി ലവ് ആക്ഷൻ ഡ്രാമ ബ്രദേഴ്സ് ഡേ, പിന്നെ രജിഷയുടെ ഫൈനൽസ്. ഇട്ടിമാണിയും ഷാജോന്റെ ബ്രദേഴ്സ് ഡേയും അത്ര തിളങ്ങിയില്ല. നിവിൻ നയൻതാര കോംബോയും ധ്യാൻ ശ്രീനിവാസന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂവും ചേർന്ന ലവ് ആക്ഷൻ ഡ്രാമ 2019 ഓണം സ്വന്തമാക്കി. 2020-ൽ കോവിഡ് കാരണം തിയേറ്ററിൽ അടഞ്ഞതോടെ ഓണം ക്ലാഷ് OTT-യിലേക്കും TV-യിലേക്കുമായി. മണിയറയിൽ അശോകൻ, സി യു സൂൺ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്നിവ OTT TV പ്രീമിയറുകളായി. 2021-ലും തിയേറ്ററുകൾ അടഞ്ഞുകിടന്നു. കുരുതി, ഹോം തുടങ്ങിയവ OTT-യിലെത്തി. അതിൽ ഹോം വലിയ പ്രേക്ഷക സ്വീകാര്യത നേടി. 2022-ൽ തിയേറ്ററുകൾ തിരിച്ചെത്തി. 19-ാം നൂറ്റാണ്ട്, ഒരു തെക്കൻ തല്ലുകേസ്, ഒറ്റ് എന്നിവ ഓണം റിലീസുകളായെങ്കിലും നേരത്തെ എത്തിയ എന്നാത്താൻ കേസുകോട്, തല്ലുമാല ഓണക്കാലത്തും തിയേറ്ററുകൾ നിറച്ചു. പ്രത്യേകിച്ച് എന്നാത്താൻ കേസുകോട് വലിയ റഷ് തുടർന്നു. 2023-ലാണ് പിന്നൊരു ക്ലാഷ് നടന്നത്. കിങ് ഓഫ് കൊത്ത, RDX, രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി. മറ്റ് 2 ചിത്രങ്ങളെയും പിന്നിലാക്കി RDX ആക്ഷനും യൂത്ത് അപ്പീലും കൊണ്ട് വൻ വിജയമായി. ഒപ്പം മോഹൻലാൽ ക്യാമിയോയിൽ വന്ന ജയിലർ കേരളത്തിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു. ARM വലിയ പ്രതീക്ഷകളോടെ 2024 കൊമേഴ്ഷ്യൽ വിന്നർ ആയപ്പോൾ വലിയ ഹൈപ്പില്ലാതെ വന്ന കിഷ്കിണ്ട കാണ്ഡം എല്ലാവരെയും ഞെട്ടിച്ചു. 2025 എത്തിയപ്പോൾ ഹൃദയപൂർവ്വം, ഓടും കുതിര ചാടും കുതിര, ലോക. മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ലോകയുടെ ബോക്സ് ഓഫീസ് റെക്കോർഡ് മറികടക്കാനായില്ല. ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്ത് സൂപ്പർ ഹീറോ കോൺസെപ്റ്റുമായി വന്ന ലോക ഇൻഡസ്ട്രിയിൽ ഹിറ്റടിച്ച് ഓണവും ബോക്സ് ഓഫീസും കീഴടക്കി. ഇപ്പോഴത്തെ 2026 അയാം ഗെയിം സെപ്റ്റംബർ 3-ലേക്ക് മാറ്റിയതോടെ ഖലീഫയും ബദ്ലഹീം കുടുംബ യൂണിറ്റുമായി പ്രധാന മലയാളം ക്ലാഷ്. ഒപ്പം പാൻ ഇന്ത്യ റിലീസ് ടോക്സിക്. ആരാണ് നിങ്ങളുടെ ഓണം വിന്നർ? കമന്റ് ചെയ്യും.